ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ പല പ്രിയപ്പെട്ടവരും നമുക്ക് മുൻപേ നമ്മെ വിട്ട് കടന്നുപോയി. ഇന്ന് ആരാണ് നാളെ ആരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് പകൽ നമുക്കൊന്ന് സമർപ്പിക്കാൻ, കർത്താവെ, ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിനായി തന്നെ ജീവിക്കും. എന്റെ മുമ്പിൽ ലഭിക്കുന്ന ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും ഓരോ ആഴ്ചകളും ദൈവത്തിന്റെ ദാനമാണ്. അതെന്റെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര പ്രിയപ്പെടാൻ കഴിയും. മനുഷ്യന്റെ സകല സ്വപ്നങ്ങളും ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നടിയുന്നു. പലരുടെയും പ്രതീക്ഷകളൊന്നും നടക്കുന്നില്ല, ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. ഓരോ ദിവസത്തെയും വാർത്താ വിനിമയത്തിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ യൗവനക്കാർ ജോലി നേടി, നല്ലൊരു ശമ്പളം ആഗ്രഹിച്ച്, നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് എത്രയോ ആളുകൾ ഈ ദേശത്തേക്കൊക്കെ കുടിയേറി പാർക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന എത്രയോ വാർത്തകൾ. 40, 45, 50, 52 വയസ്സുള്ള എത്രയോ യുവതി യുവാക്കന്മാർ, യൗവനക്കാർ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ എന്റെ ആത്മാവിനെ, ഞാൻ എന്റെ ദേഹത്തെ, ദേഹി ഒരിക്കൽ കൂടി അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ ഇത്ര പ്രിയപ്പെട്ടു നമ്മെ സമർപ്പിക്കാം.